ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുമോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെന്ന് വൈറ്റ് ഹൌസ്. സൈനിക നടപടിക്ക് മുൻപ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. സംഘർഷത്തിൽ ചേരണോ വേണ്ടയോ എന്നത് ട്രംപിന്റെ തീരുമാനമാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന് ഇറാൻ പുതിയ ഇന്റലിജൻസ് മേധാവിയെ നിയമിച്ചു. ഏഴാം ദിവസത്തിലേക്ക് കടന്നിട്ടും ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇറാനെതിരെ സൈനിക ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാനുമായി ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. സൈനിക നടപടിക്ക് മുൻപ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായും വൈറ്റ് ഹൌസ് അറിയിച്ചു. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ ഇസ്രായേൽ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും. ഫോർദോ ഉൾപ്പെടെ ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും തകർക്കാൻ ഇസ്രായേലിന് ശേഷിയുണ്ട്. അമേരിക്കൻ പിന്തുണ പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇറാനിലെ ഭരണമാറ്റമായിരിക്കും അന്തിമ ഫലമെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനെയിയുടെ വധമാണ് ലക്ഷ്യങ്ങളിലൊന്നെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞിരുന്നു. സംഘർഷത്തിൽ US ഇടപെടരുതെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ്. ഇസ്രായേലുമായി അടുപ്പമുള്ള രാജ്യങ്ങൾ ചേർന്ന് പ്രകോപനം സൃഷ്ടിക്കരുതെന്ന് ചൈനയും ആവശ്യപ്പെട്ടു. ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യ കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ അർഹിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതി രക്ഷിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നതെന്നും സെലൻസ്കി പറഞ്ഞു. US-ന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ഇറാന് പിന്തുണയുമായി ഹെസ്ബുള്ളയും രംഗത്തെത്തിയിട്ടുണ്ട്. സംഘർഷത്തിൽ നിഷ്പക്ഷമല്ലെന്ന് ഹെസ്ബുള്ള സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നെയിം ഖാസിം പറഞ്ഞു. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങളെ നേരിടാൻ ഉചിതമായത് ചെയ്യുമെന്നായിരുന്നു പ്രസ്താവന. ഇതിനിടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന് ഇറാൻ പുതിയ ഇന്റലിജൻസ് മേധാവിയെ നിയമിച്ചു. ബ്രിഗേഡിയർ ജനറൽ മജീദ് ഹദമിയാണ് IRGC പുതിയ ഇന്റലിജൻസ് മേധാവി. ഞായറാഴ്ചയാണ് IRGC ഇന്റലിജൻസ് മുൻ മേധാവി മുഹമ്മദ് കസേമി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജനീവയിൽ യൂറോപ്യൻ പ്രതിനിധി സംഘം ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി കൂടിക്കാഴ്ച നടത്തും. ജനീവയിൽ ഫ്രാൻസും ജർമ്മനിയും സംയുക്തമായി ഇറാനെ ഉൾപ്പെടുത്തി നടത്തുന്ന ചർച്ചയിൽ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയും പങ്കെടുക്കും. ആണവ പദ്ധതിയിലുൾപ്പെടെ നയതന്ത്ര പ്രമേയത്തിലൂന്നിയാവും ചർച്ചകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.